Hi dears, Assalamu alaikum. Then today we have discussing about our fourth unit, third chapter. Okay, ഹോമായി വ്യാരവല്ലാസ് അല്ലേ നമ്മൾ ദ ചാപ്റ്റർ നെയിം ഞാൻ പറയാം അതിന് മുന്നേ അല്ലേ ആ ഒരു മെയിൻ ക്യാരക്ടറാണ് ഇതിൽ. ഓക്കെ, ഹോമായി വ്യാരവല്ല ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ ഫോട്ടോ ജേർണലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഹൊമായി വ്യാരവല്ല ആരാണ്, അവരുടെ സ്റ്റോറിയാണ് നമ്മളിന്ന് റീഡ് ചെയ്യുന്നത് അല്ലേ. ഹൊമായി വ്യാരവല്ല, ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ ഫോട്ടോ ജേർണലിസ്റ്റ്. ഓക്കെ, then let us start. Okay, this is our story name, the story of Dalda 13. Okay, what is our story name? The story of Dalda 13. Then let us start. The firstly our description ആണ് വരുന്നത് അല്ലേ, നോക്കാം. Imagine a time when cameras were rare and even professional photographers were few. In such an era, a young woman broke barriers to become India's first female photojournalist. Let us read the inspiring story of that woman. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ഇമാജിൻ ചെയ്യാൻ പറയുകയാണല്ലേ. അതായത് ഒരുപാട് വർഷം മുമ്പുള്ള ആ ഒരു ഇറ എന്ന് പറഞ്ഞ ആ ഒരു കാലഘട്ടം, ക്യാമറാസ് റയറായിട്ടുള്ള, അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് വരെ വളരെ ഫ്യൂ കുറവായിട്ടുള്ള ആ ഒരു കാലഘട്ടം. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടമല്ല, ഒരുപാട് വർഷം മുമ്പുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മളോട് സങ്കല്പിക്കാൻ പറയുന്നത്. ഇൻ സച്ച് എൻ ഇറ, ആ ഒരു ഇറ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടം, എ യങ് വുമൺ ബ്രോക്ക് ബാരിയേഴ്സ് ടു ബിക്കം ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ ഫോട്ടോ ജേർണലിസ്റ്റ് അല്ലേ. നമുക്കറിയാം നമ്മുടെ വ്യാരവല്ലയാണ് അതിലെ ആ ഒരു വുമൺ അവരുടെ തടസ്സങ്ങളൊക്കെ മറികടന്നിട്ടില്ലേ ആ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആവുകയാണ്, ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ ഫോട്ടോ ജേർണലിസ്റ്റാണ്. ഓക്കെ, ദെൻ ലെറ്റ് us റീഡ് ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് ദാറ്റ് വുമൺ. ഇനി നമുക്ക് ആ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി നമുക്ക് റീഡ് ചെയ്യാം ആ ഒരു വുമണിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഹൊമോയ് വ്യാരവല്ല. ഓക്കെ, it was a time when even professional men news photographers were rare to find. Photojournalism was in its infancy in India. അതായത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൂലേ, ഒരുപാട് വർഷം മുമ്പുള്ള, അതായത് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും മെൻ അല്ലേ, പുരുഷന്മാരായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കുറവുള്ളൊരു ആ ഒരു കാലഘട്ടമാണ്. അവിടെ ഫോട്ടോ ജേർണലിസം ഇൻഫാൻസി ആണല്ലേ. ഇൻഫാൻസി എന്ന് പറഞ്ഞാൽ ശൈശവം, അതായത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇന്ത്യയിൽ. ഓക്കെ, ഹൊമോയ് വ്യാരവല്ല ഹൂ ബിക്കെയിം എ ലെജൻഡ് എന്ന് പറഞ്ഞാൽ ഐതിഹാസിക ഇതിലൊക്കെ ഭയങ്കര പ്രശസ്തി നേടിയ ആളുകൾക്കാണ് പറയുക കേട്ടോ, അതായത് ഫേമസ് ആയ. അപ്പോൾ അവരാണ് ഈ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിൽ അവിടെ ഫേമസ് ആയിട്ട് കിടക്കുന്നത് അല്ലേ. ഓക്കെ, അവരുടെ ബോണിംഗ് ആണ് പിന്നെ പറയുന്നത്. ബോൺ അറ്റ് നൗസാരി ഇൻ ഗുജറാത്ത് ഇൻ 1930 നൗസാരി എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു പ്ലേസിലാണ് അവർ ബോൺ ചെയ്തത്. Her father was a theatre artist and the family moved from place to place for performances. അതായത് അവരുടെ ഫാദർ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ്, അതായത് നാടക നടനായത് കാരണം അവരൊരു പ്ലേസിൽ തന്നെ എല്ലാം സ്റ്റേ ചെയ്യുക അല്ലേ. അവർ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി അവർ മൂവ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്, അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് അല്ലേ ഫാദറിൻ്റെ. ദീസ് ട്രാവൽസ് വേർ പ്രൊബബിലി, ഈ ഒരു ട്രാവൽ ആവാം നമ്മുടെ വ്യാരവല്ലൻ്റെ അല്ലെ ഒരു പക്ഷേ എന്നാണ് കേട്ടോ. പ്രൊബബ്ലി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ ആ ഒരു ഇൻസ്പിറേഷൻ ആയത് എന്നാണ് ഇവിടെ പറയുന്നത്, ഫോട്ടോഗ്രാഫർ ആവാനുള്ള. ഓക്കെ, ഹർ ഫാമിലി ലേറ്റർ മൂവ്ഡ് ടു മുംബൈ വിച്ച് വാസ് ദെൻ നോൺ ആസ് ബോംബെ. ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന മുംബൈ ഇല്ലേ, പണ്ട് കാലം അത് ബോംബെ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഡിഡ് വ്യാരവല്ലാസ് ഫാമിലി മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. നമ്മളിവിടെ പറഞ്ഞൂലേ എന്തുകൊണ്ടാണ്, അവരുടെ ഫാദർ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. നിങ്ങൾക്ക് കാണാം അല്ലേ നമ്മുടെ വ്യാരവല്ല അങ്ങനെ സൈക്കിളിൽ ക്യാമറ ഒക്കെ പിന്നെ അവരുടെ ഷോൾഡറിൽ ഹാങ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ദ വ്യാരവല്ലാസ് ഫസ്റ്റ് അസൈൻമെൻറ്റ് ആസ് എ ഫോട്ടോഗ്രാഫർ വാസ് ടു ടേക്ക് സ്നാപ്പ് അറ്റ് എ പിക്നിക് വെൻ ഷി വാസ് സ്റ്റിൽ ഇൻ കോളേജ്. അവർ കോളേജ് പഠിക്കുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ അവരെ ഫസ്റ്റ് അസൈൻമെൻറ്റ് ആ ഒരു ഫോട്ടോഗ്രാഫറായ ആ ഒരു ടൈമിൽ അവരുടെ വർക്ക് എന്ന് പറയുന്നത് ടേക്ക് സ്നാപ്പ് അറ്റ് പിക്നിക് ആണല്ലേ. ഈ വിനോദയാത്രകളിലൊക്കെ സ്നാപ്പ് ചെയ്യുക പറഞ്ഞാൽ പിന്നെ പിക്ക് എടുക്കൂലേ, അപ്പോൾ അതിനാണ് അവിടെ പറയുന്നത്. ഹർ ഏർലി ഫോട്ടോഗ്രാഫ്സ് അപ്പിയേർഡ് ഇൻ ദ ഇല്യൂസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ. അവരുടെ ആദ്യത്തൊക്കെ ഫോട്ടോഗ്രാഫ്സൊക്കെ എന്താ പറയുക,
അച്ചടിച്ചിരുന്നത് ദ ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു മാഗസിനിലാണ്. ഒരു മാഗസിൻ്റെ നെയിമാണ് അത് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ മാഗസിൻ ഇൻ ദ കൺട്രി. ഓക്കെ, ബിക്കോസ് ഷീ വാസ് അൺനൗൺ ആൻഡ് എ വുമൺ. പക്ഷെ അവർ അല്ലേ ഒരു അറിയപ്പെടാത്ത ഒരു വുമണാണ് അല്ലേ. ഹെർ ഏർലി ഫോട്ടോഗ്രാഫ്സ് പബ്ലിഷ്ഡ് ഇൻ ഹെർ ഹസ്ബൻഡ് നെയിം. അവരുടെ ആദ്യ കാലങ്ങളിലെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നത് അവരറിയപ്പെടാത്തത് കൊണ്ടും അവരൊരു വുമൺ ആയതും കൊണ്ട്. അതാണ് അവിടെ പറയുന്നത് അൺനൗൺ ആൻഡ് വുമൺ. അവരുടെ ഹസ്ബൻഡിൻ്റെ നെയിമിലാണ് എന്നാണ്. ഓക്കെ, ദെൻ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വാട്ട് വാസ് വൈരവല്ലാസ് ഫസ്റ്റ് അസൈൻമെൻറ്റ് ഫോട്ടോഗ്രാഫി അല്ലേ. ഫോട്ടോഗ്രാഫറിൽ അവരുടെ ഫസ്റ്റ് വർക്ക് എന്തായിരുന്നു നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ടേക്ക് എ സ്നാപ്പ് അറ്റ് പിക്നിക് എന്നുള്ളതാണ് അല്ലേ. ദെൻ സെക്കൻഡ് ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ വെർ വൈരവല്ലാസ് ഏർലി ഫോട്ടോഗ്രാഫ്സ് പബ്ലിഷ്ഡ് ഇൻ ഹെർ. അവരുടെ ഹസ്ബൻഡിൻ്റെ നെയിമിൽ അല്ലേ. എന്തുകൊണ്ടാണ്? ബിക്കോസ് അൺനൗൺ ആൻഡ് എ വുമൺ. ഷി വാസ് അൺനൗൺ ആൻഡ് എ വുമൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. ദെൻ ഇൻ 1942 അല്ലേ, 1942 ആയപ്പോൾ എന്താ സംഭവിച്ചത്? ഷീ മൂവ് ടു ഡൽഹി വിത്ത് ഹെർ ഹസ്ബൻഡ് ടു ജോയിൻ ദ ബ്രിട്ടീഷ് ഇൻഫോർമേഷൻ സർവീസ് ആസ് ഇറ്റ് ഫോട്ടോഗ്രാഫർ. അവർ 1942 ആയപ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ അവർ ഡൽഹിയിൽ മൂവ് ചെയ്തു അല്ലേ, അവിടെ സ്റ്റേ ചെയ്തു. അവിടെ തന്നെ ഒരു ബ്രിട്ടീഷ് ഇൻഫോർമേഷൻ സർവീസ് ഫോട്ടോഗ്രാഫറിൽ അവർ ജോയിൻ ചെയ്തു. എ വുമൺ റോമിങ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക അല്ലേ. ബൈസിക്കിളിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത് അല്ലേ. ക്യാമറ ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഷോൾഡറിൽ പിന്നെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട്. അപ്പോൾ അത് വാസ് എ സൈറ്റ് പീപ്പിൾ ഇൻ ഡൽഹി ഹാഡ് നെവർ സീൻ ബിഫോർ അല്ലേ. ഒരിക്കലും ഇതിന് മുന്നേ അവരിങ്ങനെ ഒരു കാഴ്ച അവർ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ കാണാം അവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി നിറഞ്ഞിട്ടാണ് അവരെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് അവരിങ്ങനെ ക്യാമറ ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ട് സൈക്കിളിൽ പോകണം. ഇതുവരെ അങ്ങനെ ഒരു വുമണും ഡൽഹിയിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ദെൻ അവരൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഇൻ ആൻ ഇൻ്റർവ്യൂ നമ്മുടെ വ്യാരവല്ല പറയുന്നുണ്ട്, അറ്റ് ഫസ്റ്റ് ആദ്യമൊക്കെ ആ ഡൽഹിയിലുള്ള ആളുകൾ അവർ തിങ്ക് ചെയ്തത് അല്ലേ, ദേ തോട്ട് ഐ വാസ് ജസ്റ്റ് ഫൂളിങ് അറൗണ്ട് വിത്ത് എ ക്യാമറ ഷോയിങ് ഓഫ് ഓർ സംതിങ്. അതായത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അല്ലേ, അല്ലെങ്കിൽ ഞാനൊരു ഫൂളിഷാണ് എന്നുള്ള രൂപത്തിൽ. ഷോയിങ് ഓഫ് എന്നാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഓർ സംതിങ് അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടൂലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദേ ഡിഡ് നോട്ട് ടേക്ക് മീ സീരിയസ്ലി. അവരാരും എന്നെ ഒരു സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ബീങ് എ വുമൺ അലൗഡ് ഹർ ടു ഫോട്ടോഗ്രാഫ് സെൻസിറ്റീവ് ഏരിയസ്. അവരൊരു വുമൺ ആണ് എന്നുള്ള ആ ഒരു ഇതിൽ അവർക്ക് അലൗഡ് ചെയ്യപ്പെട്ട സെൻസിറ്റീവ് ഏരിയാസിലൊക്കെ അവർ കടന്നു ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, നോബഡി വുഡ് ടേക്ക് ഹെർ ഫോർ എ ന്യൂസ് ഫോട്ടോ. അവരാരും എന്താണ് ന്യൂസ് ഫോട്ടോഗ്രാഫറായിട്ട് അവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡിൻ പീപ്പിൾ ഇൻ ഡൽഹി ടേക്ക് ഹെർ സീരിയസ്ലി. എന്തുകൊണ്ടാണ് അല്ലേ ഇവിടെയുള്ള ഡൽഹിയിലുള്ള ആളുകൾ അവരെ സീരിയസ് ആയിട്ട് കാണാതിരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മളിവിടെ പറഞ്ഞു ദേ തോട്ട് അല്ലേ ഫൂളിഷ് അറൗണ്ട് വിത്ത് ദ ക്യാമറ ഷോയിങ് ഓഫ് ഓർ സംതിങ്. അപ്പോൾ അതാണ് അതുകൊണ്ടാണ്. ഓക്കെ, ദെൻ പിന്നെ എന്താണ് ഇവിടെ, വെൻ വ്യാരവല്ല ബോട്ട് എ കാർ ഇൻ ഡൽഹി. ഓക്കെ, ഡൽഹിയിൽ അല്ലേ വ്യാരവല്ല ഒരു കാറ് വാങ്ങുകയാണല്ലേ. അവർ ആദ്യം സൈക്കിൾമല്ലായിരുന്നു, ഇപ്പോൾ അവരൊരു കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഗോട്ട് ദ രജിസ്ട്രേഷൻ നമ്പർ DLD. അതായത് ഡൽഹിയിലെ കാർ ആയതുകൊണ്ടാണ് ഇവിടെ DLD വന്നത്. നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ എന്താണ് വരിക, SKL അല്ലേ, KL10. ഓക്കെ, അപ്പോൾ DLD 13 എന്നാണ് ആ ഒരു കാറിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വന്നത് കേട്ടോ. സൂൺ ഷീ ബിഗാൻ ടു ബി കോൾഡ് ഡാൽഡ 13. പെട്ടെന്ന് ആ ഒരു DLD 13 നിന്ന് നമ്മുടെ വ്യാരവല്ലനെ പിന്നെ എല്ലാവരും ഡാൽഡ 13 എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വിച്ച് ബിക്കെയിം ഹെർ സ്യൂഡോനിം. സ്യൂഡോനിം എന്ന് പറഞ്ഞാൽ ഒരു വ്യാജ പേര്, ഒരു പിക് നെയിം ഒക്കെ ഉണ്ടാവില്ലേ, ഒരു ഇരട്ട പേരായിട്ട് അവരെങ്ങനെയാണ് പിന്നെ ആളുകളെല്ലാവരും അവരെ ഡാൽഡ 13 എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മെനി ഓഫ് ഹെർ ഫോട്ടോഗ്രാഫ്സ് വേർ പബ്ലിഷ്ഡ് അണ്ടർ ദ നെയിം ഡാൽഡ 13. അവരുടെ ആദ്യമൊക്കെ അവരുടെ ഫോട്ടോഗ്രാഫ്സ് പബ്ലിഷ് ചെയ്യുക അവരുടെ ഹസ്ബൻഡിൻ്റെ നെയിമിലായിരുന്നു അല്ലേ. ഇപ്പോൾ ഡാൽഡ 13 എന്നുള്ള നെയിമിലാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് വ്യാരവല്ല ഗെറ്റ് ദ സ്യൂഡോനിം ഡാൽഡ 13? എങ്ങനെയാണ് നമ്മുടെ വ്യാരവല്ലക്ക് ഈ ഒരു സ്യൂഡോനിം ഡാൽഡ 13 എന്നുള്ളത് വന്നത്? എങ്ങനെയാണ്?
Yes, Pyaravalla bought a car in Delhi. It got the registration number DLD13. Soon she began to be called Dalda 13. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഓക്കെ,